ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാമത് വാക്യം. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ എന്ന വചനമാണ്. ഓരോ വിശ്വാസികൾക്കും അവരുടെ പ്രാണനെ വിശ്വസിച്ചേൽപ്പിക്കുവാൻ കഴിയുന്നത് സൃഷ്ടിതാവായ ദൈവത്തിങ്കലാണ് എന്നോർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ നന്മകളും ആ തലത്തിലുള്ള ജീവിതവും നാം നടത്തുമ്പോൾ നമുക്കെതിരായി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളെ നാം തരണം ചെയ്യേണ്ടി വരുമെന്നും അവിടെ നമ്മെ സ്നേഹിക്കുന്നവരും നമ്മോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരുമൊക്കെ നമ്മെ വിട്ട് അകന്നു പോകുമ്പോൾ ഒരു നാളും നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ലെന്നും നമ്മോട് വാഗ്ദത്തം ചെയ്ത സർവശക്തിയുള്ള ദൈവം നമ്മോട് പറയുകയാണ്, നീ നിന്നെ തന്നെ വിശ്വസിച്ച് എന്നെ ഫലമേൽപ്പിച്ചിരിക്കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി തുണ നിൽക്കുന്നതും നിന്നെ സംരക്ഷിക്കുന്നതുമായ ഒരു ദൈവമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് 10-ാം അധ്യായം 30-31 വചനത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. അത്യുന്നതനായ ദൈവത്തിങ്കലാണ് നാം നമ്മെ തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ ദൈവം നമുക്ക് വേണ്ടി പകരം വീട്ടുകയും പ്രതികാരം നടത്തുകയും ചെയ്യുമെന്നും നമ്മെ അനാഥരായി വിടാതെ നമ്മെ സംരക്ഷിക്കുന്ന ദൈവമാണെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നാം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 25 വരെ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും അരുമനാഥനും വീണ്ടെടുപ്പുകാരനുമായ കർത്താവിൻ്റെ ആഴമായ ശുശ്രൂഷകളുടെ മുൻപിൽ അനവധി ആളുകൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും ആ നിലകളിൽ യേശു കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരികയും ചെയ്തുവെങ്കിലും 24-ാം വാക്യത്തിൽ പറയുന്നത്, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല എന്ന വാക്കാണ്. നമുക്കെല്ലാവരെയും വിശ്വസിക്കുവാൻ കഴിയില്ലെന്നും എല്ലാവരെയും നാം നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഫലമേൽപ്പിക്കുവാൻ കഴിയില്ലെന്നുമുള്ള സത്യം നാം തിരിച്ചറിയുകയും യഥാർത്ഥമായി നമ്മെ കരുതുവാനും നമ്മെ കാക്കുവാനും നമ്മെ പരിപാലിപ്പാനും നമ്മെ സംരക്ഷിപ്പാനും പ്രാപ്തിയുള്ളത്, നമ്മുടെ പ്രാണനെ സൂക്ഷിപ്പാൻ കഴിവുള്ളത് നമ്മുടെ സൃഷ്ടിതാവായ ദൈവമാണെന്നും ആ സൃഷ്ടിതാവിൽ നാം നമ്മെ സമർപ്പിക്കേണ്ടതുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് മറ്റാരെ നാം നമ്മെ സമർപ്പിക്കുന്നതിനേക്കാളും ആഴമായി നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിങ്കൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നു കഴിക്കുന്നു എങ്കിൽ ദൈവസന്നിധിയിൽ നാം സുരക്ഷിതരായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം, നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ,
ആരുടെയെങ്കിലും കൈകളിൽ ഞങ്ങളുടെ പ്രാണനെ ഭരമേൽപ്പിക്കുക എന്നതല്ല. ഞങ്ങളുടെ പ്രാണനെ വളരെ സൂക്ഷ്മമായി സൂക്ഷിപ്പാനും കരുതുവാനും കഴിവുള്ള ദൈവത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാവരും തങ്ങളെ തന്നെ തങ്ങളുടെ സിദ്ധിതാവിൽ ഭരമേൽപ്പിച്ച് ജീവിപ്പാൻ കൃപ ചെയ്യണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.